Hello friends, ഞാൻ Salu. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊച്ചി ബോൺസായി ഗാർഡനെ പറ്റി. അവിടുത്തെ ബോൺസായി ചെടികളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സെബാസ്റ്റ്യൻ അങ്കിളിൻ്റെ തന്നെ ഒരു വർക്ക്ഷോപ്പാണ്, ഗ്ലാസ് ബോട്ടിലിൻ്റെ ഒരു വർക്ക്ഷോപ്പും അതിൻ്റെ കൂടെ തന്നെ എയർപ്ലാന്റ്സിൻ്റെ അങ്കിളിൻ്റെ കയ്യിൽ കുറേ എയർപ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് നമുക്ക് ഇതുപോലെ വെക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ പാഴായി കളയുന്ന ഓരോ ബോട്ടിൽസും കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള ബോട്ടിൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് സെബാസ്റ്റ്യൻ അങ്കിളിന് കൊടുത്തു കഴിഞ്ഞാൽ അങ്കിൾ അത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പോകാനുള്ള അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്കിളിനെ വിളിച്ച് ചോദിച്ചതിന് ശേഷം പോകാവുന്നതേ ഉള്ളൂ. വളരെ ക്ഷമയോടുകൂടെ ചെയ്യേണ്ടതാണ്. വളരെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ അതിനൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. ബോട്ടിൽ തിരഞ്ഞെടുക്കുന്ന സമയത്തും അതിൻ്റെ കളേഴ്സിലും അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പും ഒക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും അങ്കിൾ സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ ബോട്ടിൽസ് അങ്കിളുടെ കയ്യിലുണ്ട്. അതുകൂടാതെ ബോട്ടിൽസ് കൊണ്ടു കൊടുക്കുന്നവരുമുണ്ട്. ഇതെല്ലാം അങ്കിളിന് റീസെൻ്റായിട്ട് കിട്ടിയ ഓർഡേഴ്സാണ്, കസ്റ്റമൈഡ് ഓർഡേഴ്സാണ്. ഇതിൻ്റെ ടോപ്പ് മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഓരോ ബോട്ടിൽസിൻ്റെയും. വീടിനോട് ചേർന്ന് തന്നെയാണ് അങ്കിളിൻ്റെ വർക്ക്ഷോപ്പും. അതുപോലെ ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് അങ്കിളിൻ്റെ വർക്ക്ഷോപ്പാണ്. ഇവിടെ ധാരാളം ബോട്ടിൽസ് നമുക്ക് കാണാൻ കഴിയും, പല ഷേപ്പിലും കളേഴ്സിലും ഒക്കെ ഉള്ളത്. ഇതിനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് ബോട്ടിൽസ് എല്ലാം കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ റെയറായിട്ട് കാണുന്ന അനേകം ബോട്ടിൽസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ഇത്. ഇതൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെയുള്ള ബോട്ടിൽസ് വരുമ്പോഴത്തേക്ക് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. ഈ ബോട്ടിലൊക്കെ ഇൻഡോറിൽ വെക്കാനായിട്ട് വളരെ കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിലുള്ളതാണ്. ഇത് ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണിതെല്ലാം. ബോൺസായി ചെടികളെ ഇഷ്ടപ്പെടുന്ന സെബാസ്റ്റ്യൻ അങ്കിൾ ഇതും ഒരു കലയാണ്. ഇത് ഒരു ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലൊരു ക്രിയേറ്റീവ് മൈൻഡും ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് ഓരോ പുതിയ ഐഡിയാസിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്കിൾ ഇത് ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് ബോൺസായി ചെടികളും എല്ലാം നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ അങ്കിളിന് കുറച്ച് എയർപ്ലാന്റ്സ് ഉണ്ട്. വളരെ നന്നായിട്ട് വർഷങ്ങളായിട്ട് അങ്കിള് നന്നായി നോക്കി വരുന്ന എയർപ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ കാക്ടസിൻ്റെയും സെക്കുലൻസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് അങ്കിളിനുണ്ട്. എയർപ്ലാന്റ് ആണ്. എയർപ്ലാന്റ് ഫ്ലവർ ചെയ്യാറാകുമ്പോഴത്തേക്ക് ഇതേപോലെ ഇലയുടെ കളർ മാറും. ഇലയുടെ കളർ മാറി ഫ്ലവേഴ്സ് വന്ന് ഫ്ലവർ പോയി കഴിയുമ്പോഴത്തേക്കും താനെ തിരിച്ച് പച്ച കളറിലേക്ക് പോകും. ആ സമയത്ത് തന്നെ ഇതിന് ഇത് സക്കിൾസ് പൊട്ടും, കുഞ്ഞുങ്ങള് പൊട്ടി വരും. അതാണ് ഇതിന്റെ നടിയിൽ വസ്തു. അത് അടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുതിയ ചെടി.
ഞാൻ ആദ്യമായിട്ടാണ് എയർപ്ലാന്റ്സിൻ്റെ ഒരു ഫ്ലവേഴ്സ് കാണുന്നത്. വെള്ളത്തിൽ അങ്കിള് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര ബ്രൈറ്റായിട്ട് നല്ല ഭംഗിയായിട്ടാണ് തോന്നിയത്. ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് അങ്കിളുടെ കയ്യിലുണ്ട്. ചിലര് പറയുന്നതൊക്കെ ഈ കമ്പിയിൽ ഇങ്ങനെ ഇടാൻ പാടില്ല. കമ്പി ഇഷ്ടമല്ല അവർക്ക്. അതുകൊണ്ടാണ് ഇത് കോട്ടിങ്ങുള്ള കമ്പിയിൽ ഇട്ടിരിക്കുന്നത്. കമ്പി കോപ്പർ ഒന്നാമത് അതിന് ഇഷ്ടമല്ല. ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു എയർപ്ലാന്റ് ആണ്. ഇതുപോലെ തന്നെ ഒരു 7-8 എണ്ണം അങ്കിളിന്റെ കയ്യിലുണ്ട്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അങ്കിള് മിക്കവാറും എല്ലാ ദിവസവും തന്നെ എയർപ്ലാന്റ്സിനും എല്ലാത്തിനും വാട്ടർ ചെയ്യുന്നുണ്ട്. അപ്പം സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് വല്ലപ്പോഴുമാണ് നമ്മളിതിന് വെള്ളം സ്പ്രേ ചെയ്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന്. പക്ഷേ അങ്കിള് വർഷങ്ങളായിട്ട് ഇത് നോക്കുന്നത് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് തന്നെയാണ് എയർപ്ലാന്റ്സ് നോക്കുന്നത്. എയർപ്ലാന്റ്സിൻ്റെ മിക്ക കളക്ഷൻസും വുഡിലാണ് അങ്കിള് ചെയ്തിരിക്കുന്നത്, ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയുമാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സപ്പോർട്ട്. ഒരു ചെറിയ ചാനലാണ്. അതോടൊപ്പം ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് സപ്പോർട്ട്. അങ്കിളുടെ ഗാർഡൻ വന്നിട്ട് ടെറസിലാണുള്ളത്. ബോൺസായി ആണെങ്കിലും എയർ പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം ടെറസിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ആവശ്യത്തിനുള്ള വെയിലും മഴയും കാറ്റും എല്ലാം തന്നെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മേളിൽ അങ്കിൾ ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൺലൈറ്റ് അല്ല കിട്ടുന്നത്, ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണ്. എന്നിരുന്നാൽ പോലും നല്ല ഹെൽത്തി ആയിട്ടാണ് എല്ലാ പ്ലാന്റ്സും വളർന്നു വന്നിരിക്കുന്നത്. ഇത്രയധികം വളർന്നു വന്നിട്ടുള്ള എയർപ്ലാന്റ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൽ തന്നെ പിരിച്ചു നടാൻ പാകത്തിനുള്ള ഒരുപാട് എയർപ്ലാന്റ്സ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അടുത്ത വീഡിയോ വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. സെൻറ് തെരേസസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് നടത്തിയ ഒരു ആനുവൽ സെയിലാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാനിനി അടുത്തത് കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്.